ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വത്സൻ തില്ലങ്കേരി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, ഇപ്പോൾ ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് ശേഷം ഇതാ ഹൈക്കോടതി ഈ ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. അതായത് ഒരു ഉത്സവം നടത്തുന്ന ലാഘവത്തോടു കൂടിയാണോ മണ്ഡല മകരവിളക്ക് കാലത്തെ നിങ്ങൾ നോക്കിക്കാണുന്നത് എന്ന ചോദ്യത്തോടു കൂടിയാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ വത്സൻ തില്ലങ്കേരി, അങ്ങയുടെ പ്രതികരണം. നമസ്കാരം, സ്വാമിശരണം. ഞാൻ സന്നിധാനത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോ ഹൈക്കോടതി ഈ രീതിയിലൊരു നിരീക്ഷണം നടത്തിയത് സത്യസന്ധമായ ഒരു നിരീക്ഷണമാണ്. ശബരിമലയിൽ വന്ന ഇന്നലെ മുതൽ ഇവിടെ സന്നിധാനത്തുള്ള ആർക്കും ബോധ്യമാകുന്ന ഒരു വിഷയമാണ്. പരിപൂർണ പരാജയമാണ്. ക്രൗഡ് കൺട്രോളിന്റെ കാര്യത്തിൽ പരിപൂർണമായ പരാജയമാണ്. വലിയ തോതിൽ ആളുകൾ വന്നു എന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അതിന്റെ കണക്ക് അന്വേഷിച്ചപ്പോൾ വ്യക്തമാകുന്നത് ഒരു 60,000 പേര് വെർച്വൽ ബുക്കിംഗ് നടത്തിയിരുന്നു. അതിൽ 35,000 പേരാണ് വന്നത്. ഒരു 20,000 പേര് കഷ്ടിച്ച് 20,000 പേരാണ് സ്പോട്ട് ബുക്കിംഗിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നാൽ ഒരു 55,000 പേര്. ഈ 55,000 പേരാണ് വെർച്വൽ ബുക്കിങ്ങിലൂടെയും സ്പോട്ട് ബുക്കിങ്ങിലൂടെയും വന്നത്. അല്ലാതെ വന്ന ഒരു 5,000 പേരെയും കൂടി കൂട്ടിക്കോളൂ. അങ്ങനെയാണെങ്കിൽ 60,000 പേര്. അപ്പോൾ ഇത് ഒരു 4,000 പേരെങ്കിലും ഒരു മണിക്കൂറിൽ കയറുന്നുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നത്. പോലീസും അങ്ങനെയാണ് പറയുന്നത്. ഇന്നലെ ഏകദേശം 24 മണിക്കൂറും 18-ാം പടി കയറുകയുണ്ടായി. കാരണം നടന്നു തുറക്കാത്ത സമയങ്ങളിലും ഭക്തന്മാരെ കയറ്റിയിട്ട് ഒരു മേൽപ്പാതയിൽ അവരെ ഹോൾഡ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തത്. എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും 18-ാം പടി കയറ്റുകയുണ്ടായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭക്തന്മാരെ കയറ്റാൻ വേണ്ടി ഈ രീതിയിൽ ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇത്രയും ക്യൂവിൽ നിർത്തേണ്ട കാര്യം എന്തായിരുന്നു? എങ്ങനെയാണ് 12 മണിക്കൂറോളം ക്യൂ നിർത്തേണ്ടി വന്നത് എന്നുള്ളത് വളരെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം പോലെ തന്നെ ക്രൗഡ് കൺട്രോളിന്റെ കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, മറ്റൊരു വിഷയമുള്ളത്, നമുക്കറിയാം പുതിയ ഒരു ബോർഡ് അധികാരം ഏറ്റിരിക്കുകയാണല്ലോ കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ. ഇന്നലെ ഈ സന്നിധാനത്തെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നത് ഈ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ അവതാളത്തിലായിരിക്കുന്നു, ഇവിടെ പ്രശ്നം സങ്കീർണമാണ് എന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തന്നെ പറയുകയാണ്. അപ്പോൾ പുതിയ ഒരു ബോർഡ് ചുമതലയേൽക്കുന്ന ഘട്ടത്തിൽ മുൻപിരുന്ന ബോർഡ് ഒന്നും ചെയ്തില്ല എന്ന് ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന ഒരു സാഹചര്യം അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുക? ഇതില് സങ്കീർണമാണ് എന്ന വളരെ ലളിതവൽക്കരിച്ച ഒരു വാക്കല്ല, ഭയാനകമാണ് എന്ന ഭീതിതമായ ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ശബരിമലയിലെ സാഹചര്യം ഭയാനകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഒരു മുന്നൊരുക്കവും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു സമ്മതിക്കുകയാണ്. ഇവിടെ ഭക്തജനങ്ങൾക്കും ഹിന്ദു സംഘടനകൾക്കും ചോദിക്കാനുള്ള ചോദ്യം, ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു തുടർച്ചയല്ലേ? അപ്പോ ശബരിമലയിലെ ഈ തീർത്ഥാടന കാലം വരുന്നു എന്നത് അത് ഇത്രാം തീയതിയാണ് ആരംഭിക്കുന്നത് എന്നുള്ളത് പൂർവ്വ നിശ്ചിതമാണ്. അത് ഒരു നിശ്ചിത തീയതിയാണ്. ആ തീയതിക്കാണ് നട തുറക്കുക, അവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ദേവസ്വം ബോർഡിന്റെ കാലാവധി ഇപ്പൊ ആണല്ലോ അവസാനിക്കുന്നത്. അവര് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അതിന് വളരെ വ്യക്തമാണ്, ദേവസ്വം ബോർഡ് കാലാവധി നീട്ടിക്കിട്ടുമെന്ന് നേരത്തെ അവർ പ്രതീക്ഷിച്ചു. പക്ഷെ അവർക്ക് കാലാവധി നീട്ടിക്കിട്ടില്ല. അപ്പോ കാലാവധി നീട്ടിക്കിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന നിരുത്തരവാദപരമായ, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ക്രൂരമായ ഒരു സമീപനമാണ് ഇവിടെ പിരിഞ്ഞുപോയ ദേവസ്വം ബോർഡ് എടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് വളരെ വസ്തുതയാണ്, നേരത്തെ ഉള്ളവർ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ കാണാനുണ്ടാകുമായിരുന്നല്ലോ. പക്ഷേ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാം. പക്ഷെ ദേവസ്വം ബോർഡിന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ സാധിക്കും? ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തുടർച്ചയാണല്ലോ, വ്യക്തികളല്ലേ മറന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദികൾക്ക് നേരെ പരസ്പരം ചൂണ്ടുകയാണ് എന്ന് വ്യക്തമാണ്. അതുപോലെ ഇവിടെ പോലീസ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന് കുറ്റം പറയും, തിരിച്ചു ചെയ്യുന്നു. ഇത് അങ്ങനെ പരസ്പരം കുറ്റമാരോപിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ അഭിഷേകം ചെയ്യാനാവാതെ, ദർശനം നടത്താനാവാതെ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുൾപ്പെടെ കണ്ണീരോടുകൂടി മലയിറങ്ങിയ അതിദയനീയമായ സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രശ്നമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആരാണ് ഉത്തരവാദി? ആ ഉത്തരവാദി എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത് വെറുതെ ഒരു ചർച്ചയിൽ അവസാനിക്കേണ്ട കാര്യമല്ല, അന്വേഷണം നടക്കണം. അതിന് ബോധപൂർവമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എനിക്ക് ശേഷം പ്രളയം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടേണ്ട കാര്യമല്ലേ? അത് അനുഭവിക്കുന്ന ആളുകൾ അനുഭവിച്ചോട്ടെ എന്നാണോ? ആരാണോ ഇതിന് ഉത്തരവാദി അവരെ നിശ്ചയമായിട്ടും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്.
ചെയ്യേണ്ടത് ചെയ്യാത്തത് ആരാണോ അവരെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. യെസ്, വളരെ നന്ദി ശ്രീ വത്സൻ തില്ലങ്കേരി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അതായത് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ശ്രീ വത്സൻ തില്ലങ്കേരി ചൂണ്ടിക്കാണിച്ചതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നത്. അതായത് ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മാലയിട്ടെത്തുന്ന തീർത്ഥാടകർ നിലയ്ക്കലിലും പമ്പയിലും മാല ഊരിവെച്ച ശേഷം തിരികെ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ശബരിമല തീർത്ഥാടനത്തിൽ ഉണ്ടാകുകയാണ്. മുൻകാലഘട്ടങ്ങളിലൊക്കെ സാധാരണയായി മകരവിളക്ക് മണ്ഡല പൂജ നടക്കുന്ന സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ തിരക്ക് വലിയ തോതിൽ ഉണ്ടാവുകയും ഭക്തർ ശബരിമലയിലെത്താതെ തിരികെ പോവുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ വൃശ്ചികം ഇന്നിപ്പോൾ 3-ാം തീയതി മാത്രമേ ആയിട്ടുള്ളൂ. ഇത്ര ചുരുങ്ങിയ ദിവസം, അതായത് തീർത്ഥാടനം തുടങ്ങി 3 ദിവസത്തിനകത്ത് തന്നെ ഈ രീതിയിൽ ക്രൗഡ് മാനേജ്മെൻറ്റും ആ രീതിയിൽ പാളിപ്പോകുന്നത് ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല. ഏതായാലും ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം ഇതേ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം.